അപ്പോൾ നമ്മുടെ ലാൽജോ സാറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ലാൽ സാറായിട്ട് ഞാൻ കുറേ വർഷമായി, ഒരു 7 വർഷത്തിനുള്ളിൽ അടുത്തൊക്കെ ഉണ്ടായി. ഞാൻ പുള്ളിനെ വെച്ച് പടമല്ല, ഞാൻ പുള്ളിയുടെ ജീവിതത്തിന് ആസ്പദമാക്കിയ ഒരു കഥ എഴുതി. പുള്ളിയുടെ ലൈഫിലുണ്ടായ ഒരു കഥ, അത് സഫാരി ടി വിയിൽ കണ്ടൊരു സംഭവമാണ്. മമ്മൂക്കൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ടുള്ള സിനിമ അഴകിയ രാവണനാണെന്ന് പുള്ളി ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അഭിനയിച്ചത്, വർക്കും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ പുള്ളിയുടെ ആ കാലഘട്ടത്തിനെ ബേസ് ചെയ്ത് പുള്ളിയുടെ ലൈഫിലുണ്ടായ ഒരു സംഭവത്തെ വെച്ചൊരു കഥ ചെയ്തു. ഒരു വാച്ചിൻ്റെ കഥയാണ്. ഞാൻ ലാൽ സാറിൻ്റെ ഒരു വാച്ചിൻ്റെ കഥ വെച്ചിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. പുള്ളി എന്നോട് കുറേ സംസാരിക്കും. പിന്നെ ആ സൗഹൃദം ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നവരെ പുള്ളിയുടെ അടുത്ത് ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല. ശരിയല്ലല്ലേ? ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മളോട് നടക്കുന്ന ആൾക്കാർ വരെ പല രീതിയിൽ നമ്മളോട് ഒന്ന് ചാൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിയല്ലല്ലോ, അതാരും ചാൻസ് പറയാൻ പറ്റില്ല. അല്ല, ഇത് ഞാൻ അങ്ങനെ ആ ബന്ധം പുതുക്കി കൊണ്ടുപോകണ്ടേ. ലാൽ സാറിനെ എന്തെങ്കിലും ലാൽജോ സാറ് ഇപ്പൊ അഭിനയത്തൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സൺഡേ ഹോളിഡേയിലും ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന അനാർക്കലി മരക്കാർ അൽത്താഫ് നായികമാരാകുന്ന മന്ദാകിനി മെയ് 24 റിലീസാണ്. കാണുമോ? പിന്നെ തീർച്ചയായിട്ടും കാണും. ലാൽജോ സാർ ഈ അല്ല, പുള്ളി നല്ല ആക്ടറാണ്, നല്ല ആക്ടറാണ്. പുള്ളി നല്ല ആക്ടർ. ഒരുപാട് പടത്തിൽ ലാൽജോ സാർ അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്ക് പറ്റിയ കുറേ കഥാപാത്രങ്ങളുണ്ട്. ലാൽ സാറിനൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച് ഈ അടുത്ത് കുരുവി പാപ്പക്കാത്തെ പുള്ളി അത്യാവശ്യം ഗ്ലാമറുള്ള ആളാണ് നമ്മുടെ ലാൽജോ സാറ്. അപ്പോൾ ഒരു അത്യാവശ്യം 200 ഒരു പെൺകുട്ടി അഭിനയിക്കുന്ന ഒരു ആക്ടർ. അപ്പോൾ ആ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, വെളുപ്പിലും കളപ്പിലുള്ള കാര്യം ജീവിതത്തിലാണ് കാര്യം എന്നുള്ളത്. വെറുപ്പും കാര്യമൊന്നുമില്ല. അതിനെപ്പറ്റി വിമർശിച്ചും പലരും നമ്മൾ ആരും വ്യക്തി താല്പര്യം ഓക്കെ, പക്ഷെ ഒരാളെ കളിയാക്കരുത്. കറുപ്പും അല്ലെങ്കിൽ ഒരു വണ്ണം ഉണ്ടോ അങ്ങനെ സെൽഫ് ആയിട്ട് ആരെയും കളിയാക്കരുത്. ഒരാളെ കസ്റ്റഡി ആണെങ്കിൽ അതല്ലെന്ന് ആ പുള്ളി കസ്റ്റഡിയാണ് അല്ല, ഒരു ഇതാ പറഞ്ഞോണ്ട് പുള്ളിനെ തിരിച്ചറിയാൻ വേണ്ടി, അല്ലാണ്ട് കളിയാക്കാനല്ല. അതിനവരെ ആൾക്കാർ ബോഡി ഷെയ്മെന്ന് പറയാറുണ്ട്. അല്ല, അത് പലരും പല ആറ്റിറ്റ്യൂഡല്ലേ സംസാരിക്കുന്നത്. നമുക്കത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളത് തിരുത്തുകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മറ്റേ ഷോർട്ട് ഫിലിമൊക്കെ വരാം നമുക്ക്. അപ്പൊ ബ്ലഡി നൈറ്റിന്റെ ഷോർട്ട് ഫിലിം ഒരു റിലീജിയസ് പവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയും പറയാം. ഒരു ഇരിമിനാലിറ്റി പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ വന്നു. ഇതില് ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്നൊക്കെ പറയേണ്ടത് ശരിയാണ്? അങ്ങനെയും പറയാം. ആണോ? കുറേയൊക്കെ ഉണ്ട്. ഇനിയും അതിൽ ഒളിപ്പിച്ചു വെച്ച കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ട്രെയിലറിലാണെങ്കിലും ടീസറിലാണെങ്കിലും ഒരുപാട് ഒളിപ്പിച്ച സംഭവങ്ങളുണ്ട്. ടീസറിൽ ഒരു നീയല് കാണിച്ചു, അലിൻ ജോസ്. നീയല് കാണിച്ചപ്പോൾ ആൾക്കാർ അലിൻ ജോസ് ആണെന്ന് വിചാരിച്ചു. മനസ്സിലായി? ചന്തു, ചന്തു അല്ലേ പറഞ്ഞത്? എന്തായാലും ഇതൊരു ഹോളിവുഡ് മൂഡ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മളത്ര വലിയ ആളൊന്നുമല്ല. ഹോളിവുഡ് മൂഡ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മൂഡിന്റെ, ഇംഗ്ലീഷും ഹിന്ദി തെലുങ്ക് പോലെയൊക്കെ തോന്നി, എല്ലാം മിക്സാ. ഇപ്പോ എന്റെ ആ ഒരു വരവ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അല്ലു അർജുന്റെ വരവ് പോലെ തോന്നി പെട്ടെന്ന്. പക്ഷെ ആ കുറെ അഭിനയിച്ചപ്പോ കുറെ പ്രാവശ്യം ടേക്ക് എടുത്തു, ഒരു 10-24 ടേക്ക് എടുത്തു അല്ലേ? അല്ല, ടേക്ക് പോകും, അതിപ്പോ ആരായാലും പോകും. അതിപ്പോ അലൻ മാത്രമല്ല, അപ്പൊ ഞാൻ അഭിനയിച്ചാലും ടേക്ക് ആക്ഷൻ ആ ക്ലാപ്പ് ബോർഡ് അടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കൈ നോണ ആൾക്കാരുണ്ട്. എത്ര സിനിമകളിൽ ഇപ്പോൾ ഇൻസെന്റായിട്ട് അഭിനയിച്ച് കാണിച്ചല്ലേ, അതൊക്കെ ഉള്ള സ്വാഭാവികമാണ്. അതൊന്നും നോക്കിയിട്ട് ആരും ജനിക്കുമ്പോൾ തന്നെ നടനായിട്ടൊന്നല്ല ജനിക്കുന്നത്. പിന്നെ വേറെ കാര്യം ചോദിക്കാനുണ്ട്, നമ്മുടെ മെയ് 31 പടമുണ്ട്, അറിയാമോ? മെയ് 31 മറ്റേ ഈ പടമാണോ? ടൈം എന്താണ്? വൺസ് അപ്പോൺ ടൈം. ഓക്കെ, ഞാൻ അത് കണ്ടു, മൊബൈലിൽ ഇങ്ങനെ കണ്ടു വാർത്ത. ചെറിയൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ഇനി നല്ല സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വിവാദങ്ങളെ പറ്റി പറയാൻ എന്താന്ന് പറയുന്നില്ല, പക്ഷേ വിവാദങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ സബ്ജക്ട് ഇറങ്ങുമ്പോൾ വിവാദം അല്ലാണ്ടിരിക്കും. ആരെങ്കിലും ഇതിൽ അഭിനയിക്കുന്നവർ തന്നെ വേണമെങ്കിൽ കുത്തിപ്പൊക്കേണ്ടി വരും. അങ്ങനെ പ്രതീക്ഷിക്കാം. വന്ന് അഭിനയിക്കുമ്പോൾ വിഷയമില്ല, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രീ പണിയാൻ മൊത്തം. ഞാൻ ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള നായകന്മാരെ വെക്കണുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അത് വേറെ കേസ്. അപ്പോൾ എന്തായാലും എല്ലാ വിവാദം ഉണ്ടായാലും നമ്മുടെ സിനിമ ഒന്ന് കാണണം. എന്തായാലും തിയേറ്ററിൽ ആരും ചീമുട്ട എന്ന് പറയരുത്. നമ്മുടെ സീക്വൻസ് കാണുമ്പോൾ കണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കാണിച്ച പുള്ളി നായകനായിട്ട് അഭിനയിച്ച് കാണിച്ചപ്പോൾ തന്നെ ഇത്രേ ഉള്ളൂ. നമ്മൾ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറുക, ജനങ്ങളുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറുക. അവരാണ് നമ്മുടെ ബിസിനസ്, അവരാണ് നമ്മളെ വളർത്തുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ജനമില്ലെങ്കിൽ നമ്മളില്ല, കലാകാരനില്ല. അവൻ വീട്ടിലിരുന്ന് തുള്ളൽ നടത്തേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ദിലീപേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വളർത്തിയത് ജനങ്ങളാ, അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും ജനങ്ങളെ നമ്മൾ കണക്ട് ചെയ്യണം. ജനങ്ങളാണ് നമ്മളെ വളർത്തുന്നതും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സബ്ജക്റ്റുകൾ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം.
ഒരാളെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ സഹായിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ, അത് മതി. ഒരുപാട് മലയാളത്തിൽ താരങ്ങളുണ്ട്, പക്ഷേ ഈ ഫോട്ടോ എടുക്കാൻ ചോദിക്കുമ്പോൾ ചില നടന്മാർ അത് നിരസിക്കാറുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് ചിലപ്പോൾ ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കാം, ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ക്ഷീണിച്ച് വന്നതാവാം. പെണ്ണോടാണെങ്കിലും പലരും ഇപ്പോൾ വൈറലായതുകൊണ്ട് ചോദിക്കാറുണ്ട് ഫോട്ടോ ഒക്കെ, അപ്പോൾ ചില സമയത്ത് കൊടുക്കാറുണ്ടാവും. അത് ഓരോ വ്യക്തികളുടെ പ്രശ്നമാണെന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നാളെ പ്രശസ്തരാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആയാൽ പോലും ഈ വരുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നാളെ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴുള്ളൂ കാര്യങ്ങൾ, മനസ്സിലായോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, ശവത്തിൻ്റെ വിലയുള്ളൂ ആരായാലും. ഞാൻ അങ്ങനെ പൈസയ്ക്ക് വലിയ മൂല്യം കൽപ്പിച്ച് ആൾക്കാരെ കാണാറില്ല, നിറത്തിന് കാണാറില്ല, ഒന്നും കാണാറില്ല. നമ്മളിപ്പോഴും എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ മര്യാദയുടെ ഇങ്ങോട്ട് കാണിച്ചാൽ നമ്മളും അതേ രീതിയിൽ മറുപടി ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബ്ലഡ് നൈറ്റ് കാണാൻ പോകുന്ന പേഴ്സണോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ചിഞ്ചു രേഷ്മയും പുതുമുഖമാണല്ലോ. ഇപ്പോൾ ശിവരാമേട്ടൻ പുതുമുഖമാണ്. അപ്പോൾ അതിൽ ആൾക്കാർക്ക് ഒരു അറിയാവുന്ന രണ്ടുപേരെന്ന് പറഞ്ഞാൽ കുറച്ചവർക്ക് ആറട്ടണ്ണും അലിൻ ജോസും രണ്ടുപേരാണ്, ബ്രൈറ്റിനെ അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം കാണേണ്ടത്? ഷോർട്ട് ഫിലിം കാണുന്നത് എൻ്റർടൈനർ മാത്രമാണ്. ഒരു രാത്രി ഇരുന്ന് ജസ്റ്റ് കാണുക. രാത്രി കാണാൻ പറ്റില്ല, രാത്രി മാത്രമല്ല പകലും കാണാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു രാത്രിയോ ഒരു വീക്കെൻഡിലോ ഇരുന്ന് വെറുതെ കാണാൻ പറ്റും. കണ്ടിട്ട് വിമർശിക്കുക, അതിൽ എന്തൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ പറയുക, നമ്മൾ ഇനി നന്നാക്കാൻ ശ്രമിക്കാം. നെഗറ്റീവ് കമന്റ് ഇപ്പോൾ ഇതിന് തന്നെ ഉണ്ട്, ട്രെയിലറിൽ തന്നെ. അപ്പോൾ നെഗറ്റീവ് കമന്റ് എന്താ പറയാനുള്ളത് ഷോർട്ട് ഫിലിമിലൊക്കെ? ഇല്ല, അത് ആ ഇടുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ്. അത് എനിക്ക് അയാളൊന്നും പറയാല്ല. അയാൾ തന്നെ ദേഹോദ്രവിപ്പിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം. നായികന്മാരെയൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കും, അപ്പോൾ അത് ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ വിഷയമല്ല. നമ്മളിതിൽ അഭിനയിപ്പിച്ച ആരെയും കഴുത്തിൽ കത്തി വെച്ച് അഭിനയിപ്പിച്ചതല്ല. ഒരു നായിക സ്ഥിരം ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. പറയണില്ല, പേര് പറയണില്ല. നമുക്ക് എന്താണ് ഇപ്പോൾ ആര് എങ്ങനെ വേണ്ടി രക്ഷപ്പെട്ടാലും നമ്മുടെ വിഷയമല്ല. ഒരാൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അർത്ഥമുണ്ട്. ഒന്നും ചെയ്യാണ്ട് കുറേ ഇന്റർവ്യൂ ചെയ്യുക, അത് ശരിയാണെന്നോ തെറ്റാണെന്നോ എനിക്കറിയാൻ പാടില്ല. ഇന്റർവ്യൂ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല, വെറുതെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെയും ആ ഇന്റർവ്യൂവിന് അവസരം കൊടുക്കുന്നതും ആ ഗ്രൂപ്പിൻ്റെയും താല്പര്യമാണ്. അത് നമ്മൾ കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വേണ്ട, കാണണ്ട, അഭിപ്രായം പറയാം. നമ്മളിതുപോലെ അതിൽ അഭിപ്രായം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. ഒരു ഡാൻസ് കളിക്കുക, ഒരു പാട്ട് പാടുക, വേറെല്ലാകെ ഇന്റർവ്യൂ. ഇതിപ്പോൾ ഒന്നുമില്ലാണ്ടേ ഇപ്പോൾ ഇന്റർവ്യൂ ആണ്. അല്ല, അത് അതിനെപ്പറ്റി എന്താ പറയുക? പഴയ ഒരു മെത്തഡാണ്. അതൊക്കെ പഴയ മെത്തഡാണ്. വെറുതെ ഇന്റർവ്യൂ കൊടുക്കുന്ന പഴയ മെത്തഡാണ് അതൊക്കെ. അത് ആര് ചെയ്താന്ന് എനിക്കറിയില്ല, അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മളങ്ങനെ മൊബൈലിൽ ഇപ്പോൾ അരിക്കുന്നത് കുറവാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഞാൻ പറയണത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടീനടന്മാരെ മാത്രമല്ല ഇപ്പോൾ ആരാധിക്കുന്നത് മാത്രമല്ല ഇന്റർവ്യൂ ചെയ്യുന്നത്. റോട്ടിൽ പിച്ചക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യും. ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോഴും അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി എടുത്തിട്ട് കൊണ്ടേ ഇന്റർവ്യൂ ചെയ്യും. അതിനെപ്പറ്റിയൊക്കെ എന്താ പറയുക? രണ്ട് തരമുണ്ട്. ജനങ്ങൾ പലവിധം, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. രണ്ട് തരമാണ്. ഒന്നും മനസ്സിൽ വിചാരിക്കാതെ അയാളും കൂടി നാളെ ഇങ്ങനെ ഒരാളുണ്ടായാലും അങ്ങനെ ചെയ്യണം. എല്ലാവരും മനുഷ്യരല്ലേ? എല്ലാവരും മനുഷ്യർ. ഞാനും ഒക്കെ ഒരേ മനുഷ്യ ഗണമാണ്. നമ്മുടെ ഉള്ളിരിക്കുന്ന ആന്തരിക അവയവങ്ങളൊക്കെ കറക്റ്റ് ഒരേപോലെയാണ് വന്നത്. ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഉദാഹരണം പറയാം, ഇപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും ഓരോ നടന്മാർ തിയേറ്ററിലേക്ക് വരും. അപ്പോൾ ഈ മീഡിയക്കാർ മൊത്തം അവിടെ ക്യാമറ കൊണ്ട് പോകും, ചെല്ലും. ഓരോ പ്രാവശ്യം ഓരോ സെലിബ്രിറ്റി, അടുത്ത പ്രാവശ്യം അടുത്തത്. മനസ്സിലായോ? നാളെ ഇവിടെ ഒരു പുതിയ നടൻ വരില്ല എന്ന് ആര് കണ്ടു? ഒരു വെള്ളിയാഴ്ചയോ ഒരു വ്യാഴാഴ്ച, ഇപ്പോൾ വ്യാഴാഴ്ചയുണ്ട്, ആ വ്യാഴാഴ്ച മാറി പറയാന്നുള്ളത്. ഇപ്പം അലന് പറ്റിയ ഒരു കഥാപാത്രം ഉണ്ടാവും, വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളുണ്ട്. സന്തോഷേട്ടനും ഉണ്ട്, അത് നമ്മുടെ സന്തോഷ് വർദ്ധയ്ക്കുണ്ട്, ബ്രൈറ്റിനുണ്ട്. ഈ എൻ്റെ കൂടെ അഭിനയിച്ച ഇപ്പോൾ ഈ വർക്ക് ചെയ്ത രേഷ്മയ്ക്ക് ഉണ്ടാവാം, ചിന്തുനുണ്ടാവും, ശിവരാമേനുണ്ട്, അങ്ങനെ എല്ലാവരും. നിങ്ങളുടെ കൂടെ അഭിനയിച്ചാണ്. എൻ്റെ കൂടെ അല്ല, ഡാൻസ് പാട്ടിൽ അഭിനയിച്ചെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. സീക്വൻസ് അഭിനയിച്ചെന്ന് പറയുന്നത് അല്ല, നമുക്കറിയാം. ഞാനും ജൂനിയർ ആർട്ടിസ്റ്റിൽ പോയിട്ടുള്ള എന്നെയും പലരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വൈശാഖ് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആകെ കിട്ടിയത് പുലിമുരുകൻ. ഞാൻ പുലിമുരുകനിലാണ് ലാസ്റ്റ് ചെയ്തത്. പിന്നെ ചെയ്തത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ ഷൈൻ നികത്തിൻ്റെ പടത്തിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഞാൻ ആർട്ട് വർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അരുൺ കല്ലുമൂട് എന്ന് പറഞ്ഞ ഡയറക്ടറൊപ്പം. ഞാൻ കാര്യം പറയാം, ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ പേര് അഭിനയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ റിവ്യൂ പറഞ്ഞ് വൈറലായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ RDXലും കല്ലുമാലയും ഒക്കെ എടുത്ത് സ്ട്രീറ്റ് ഫുഡ് എടുത്ത് വെക്കുന്ന ആൾക്കാർ. മനസ്സിലായി? മഞ്ഞുമൽ ബോയ്സ് വരെ ഞാൻ ചെറിയ സീക്വൻസ് തന്നിട്ട് അതുപോലും ആൾക്കാർ ക്ലോസപ്പ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ള ഈ മേഖലയിലേക്ക് എത്താൻ പാടാം.
ഇപ്പോൾ റിവ്യൂ ആയിട്ട് ഇപ്പോൾ പറഞ്ഞ് വൈറലാക്കാനും കുറച്ച് പാടാണ്. അത് ബുദ്ധിമുട്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ടാണ് ഓരോ ഷോർട്ട് ഫിലിമും ചെയ്യും. ഇപ്പോൾ ബ്ലഡി നൈറ്റും നേരും ഒരുമിച്ച് നടന്നല്ലേ നമുക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഓരോ ദിവസം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഷൂട്ടിങ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരെ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലഡി നൈറ്റ് എന്ന വിനീത് VS ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രൈറ്റ് അസോസിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് ഫിലിം കാണാൻ ശ്രമിക്കുക. എന്നാണ് ഡേറ്റ് എന്ന് പറയാമോ? ഡേറ്റ് കൺഫേം അല്ല, ഈ മാസം തന്നെ ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ്. പിന്നെ എന്തൊക്കെ വിവാദങ്ങൾ പലരും പറഞ്ഞെങ്കിൽ ഇതിൽ അഭിനയിച്ചവരൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 80+ മറ്റേ അലിയന്റെ ഡാൻസിലേക്ക് ഇറങ്ങിയ സമയത്ത് കുറച്ച് വിവാദമുള്ള സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ നേരും ബ്ലഡി നൈറ്റ് ഇറങ്ങാത്തപ്പോൾ ഞാൻ പേടിച്ചിരുന്നു. എന്തേ വർക്ക് ക്യാൻസലായ? ഇല്ല, അങ്ങനെയല്ല. അത് കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കിട്ടുന്ന കാശ് വെച്ചിട്ട് നമ്മൾ ഈ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വലിയ പ്രൊഡ്യൂസേഴ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇനിയുള്ള പ്രൊജക്റ്റുകൾ ചിലപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടാവാം. ഇപ്പോൾ ഈ വന്ന ആൾക്കാർക്ക് തന്നെ അതിൽ ചാൻസ് നമ്മൾ കൊടുക്കാനും തയ്യാറാണ്. സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ചാൻസ് കൊടുക്കാൻ തയ്യാറാണ്. ഇതെല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ, അത്രേ എനിക്കുള്ളൂ. ഷോർട്ട് ഫിലിം സെറ്റിൽ ക്യാരവാനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം സെറ്റിൽ ക്യാരവാൻ ഉണ്ടായില്ല, ഓട്ടോറിക്ഷ എടുക്കണ്ടായി അവിടെ. അതിൽ കയറി ഇരിക്കാറുണ്ട്. വിശ്രമിക്കാനായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ റൂമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും. അല്ല, അത് കൊടുക്കണം. അത് സിനിമ ഏതൊരാൾക്കും നല്ല രീതിയിൽ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വന്നവനും മനുഷ്യനാണ്, താരം മാത്രമല്ല മനുഷ്യൻ. അല്ല, അത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യം കൂടി ഉണ്ട്. ഇപ്പം ഞാൻ ജൂനിയർ ടെസ്റ്റ് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് ആകെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു 100 രൂപ. ഒരു 2000 കാലഘട്ടമാണ്. 50 രൂപ അന്ന് 100 രൂപ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ അറിയുന്ന കോർഡിനേറ്റർ ആയിട്ട് വർക്ക് കിച്ചൻ എന്ന് പറഞ്ഞ ആളായിട്ട്. ബാക്കിയുള്ളവർക്ക് 50 രൂപ ഉള്ളൂ. രാത്രി ബസ് കയറി വേണം പോവാൻ. ബസ്സിന് 10 രൂപ ഉണ്ട്. ഇന്നത്തെ ചിലവിൻ്റെ അത്ര ഇല്ല. ഇന്നാണെങ്കിൽ നമുക്ക് നടക്കും. 10 രൂപ ഉണ്ട്. അന്ന് ഇറങ്ങി നമുക്ക് മലയാറ്റൂർ പോകണമെങ്കിൽ 10 രൂപ വേണം. ആലുവയിൽ വന്നിട്ട് എനിക്ക് ബസ് കിട്ടും. കൊച്ചിയിലല്ല ഫുള്ള് ഷൂട്ട് എനിക്ക് നടന്നിട്ടുള്ളൂ. എനിക്ക് തൊടുപുഴ ആ ഒരു ഏരിയ അങ്ങനെയുള്ള സിനിമകളാണ്. നമ്മുടെ ഈ പടമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇല്ല, അന്ന് മാക്സിമം 10 രൂപ ഉണ്ടാവും. 2 രൂപയ്ക്കൊന്നും കിട്ടില്ല. 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് കിട്ടുന്നത് സിനിമാ ടിക്കറ്റുകളായിരുന്നു. ഞാൻ പറക്കുന്നതേ കണ്ടത് 4 രൂപയ്ക്കാണ് തിയേറ്ററിൽ പോയിരുന്നുണ്ട്. എന്നിട്ടും ആ സിനിമക്ക് ലക്ഷങ്ങൾ കിട്ടിയെന്നാണോ പറയുന്നത്? 2 രൂപ വെച്ച്. അല്ല, അതൊക്കെ അന്നത്തെ മൂല്യം അങ്ങനെയാണ്. ടാക്സിന്റെ മൂല്യമുണ്ട്. അങ്ങനെ വെച്ചും ഈ പൈസ തിരിച്ച് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അല്ല, അത് കിട്ടിയിട്ടുണ്ടാവും. വൻ ഹിറ്റല്ലായിരുന്നു ആ ടൈമിൽ. ദിലീപേട്ടൻ്റെ ഒക്കെ 6 പടമല്ലേ അതൊക്കെ, 3 വിളയാടിയ പടങ്ങളൊക്കെ. സലീമാട്ടനൊക്കെ കാലഘട്ടം മാറി, ചെലവ് കൂടി. ഒരു AC നമുക്ക് ഇന്ന് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ കറണ്ട് കാശ് എത്ര ബില്ല് വരും? ഒരു 4 AC തന്നെ നമുക്ക് ചുരുങ്ങിയതിന് 5000 രൂപ അടുത്ത് വരും. അപ്പോൾ ഒരു തിയേറ്റർ മുതലാളിയുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. ജനങ്ങളെ ആവശ്യം നല്ല പടമാണെങ്കിൽ ജനങ്ങൾ കയറും. അതും പൈസ കൊടുത്തില്ല. പക്ഷെ നല്ല പടം ആയിരിക്കണം കൊടുക്കുന്നത്. ഞാൻ പണ്ട് മറ്റേ ഫാനുള്ള തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ വരെ പോയിട്ട് സിനിമ ജലസ്മിയിലൊക്കെ പോയിട്ട് അന്ന് 20 രൂപ 40 രൂപ. പൈസ കൊടുക്കുന്ന പ്രശ്നമല്ല, അവൻ കൊടുക്കുന്ന പൈസക്ക് എന്റർടൈനർ ആയിരിക്കണം. അല്ലെങ്കിൽ അവൻ കയറി മാന്തും. നല്ല രീതിയിൽ മാന്തും. അപ്പോൾ റിവ്യൂസിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മോശം പടം ചെയ്ത് നടന്മാർ ജനങ്ങളെ പറ്റിക്കരുത്. ഇപ്പൊ കൂടുതലും പടങ്ങളെ ഇപ്പൊ ഈ കുറേ നാളായിട്ട് ത്രില്ലർ പടങ്ങളാണ് വന്നതെങ്കിൽ ഇപ്പൊ കോമഡി പടങ്ങളാണ് വന്നത്. പല രീതിയിലും വരും. കോമഡി പടങ്ങൾ മാത്രം, ത്രില്ലർ പടങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? അല്ല, അങ്ങനെയല്ല. എല്ലാം നമ്മൾ കാണണം. എല്ലാ ഐറ്റവും കാണണം. റൊമാൻറ്റിക്, സസ്പെൻസ്, ഫാമിലി, അത് എന്റർടൈനർ ആണത്. എല്ലാ ഐറ്റവും ഉണ്ട്. ഇപ്പൊ ഫഹദിന്റെ സിനിമ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ സിനിമയുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഷൈൻ ടോം ചാക്കോ, പിന്നെ ഡാൻ ശ്രീനിവാസൻ, ഫഹദ്. അങ്ങനെ നോക്കിയപ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട് ഡാന്റെ ഷൈൻ ടോം ചാക്കോന്റെ ഒക്കെ ഒരു സിനിമ ജീവിതം? ഇവര് 3 പേരും 3 കാറ്റഗറിയാണ്. ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക സിനിമയുണ്ട്. അതിൽ കൂടി ഇവർക്ക് ന്യൂജൻ താരങ്ങളായതുകൊണ്ട് ചെറിയ സീക്വൻസിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ന്യൂജൻസ് ഉണ്ട്. വന്ന കാലത്ത് ലാലേട്ടനും ഇവരൊക്കെ ന്യൂജൻസ് അല്ലേ. പക്ഷെ അവിടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സിനിമയെക്കാളും കൂടുതൽ നോക്കിയാണെന്ന് ഷൈൻ ടോം ചാക്കോന്റെ ഇന്റർവ്യൂ അതൊക്കെ ഈ കാലഘട്ടത്തിന്റെയാണ്. അത് ഈ കാലഘട്ടത്തിൽ അതാണ് റീച്ച് വന്നത്. എനിക്ക് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചിരിപ്പിക്കേണ്ട, പക്ഷെ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും ചിരിക്കുന്ന ഇവരുടെയൊക്കെ ഇന്റർവ്യൂ. നമ്മൾ സ്വയമേ നമ്മളെ തന്നെ വിമർശിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ കുറ്റങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പഠിച്ചാൽ പിന്നെ നമ്മൾ നല്ല കൊമേഡിയൻ ആയിക്കോളും. ഇപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം ചെറിയ കൊച്ചുങ്ങളെ പറഞ്ഞപ്പോൾ ഒരു 18 വയസ്സ് 19 വയസ്സുള്ള പെണ്ണുങ്ങൾ കണ്ടിട്ട് പറയുന്നു താങ്കൾ നല്ല കൊമേഡിയൻ ആണെന്ന് ചോദിച്ചു. ചിരിപ്പിക്കാൻ പറ്റിയ ആളാണോ? ഞാൻ പറഞ്ഞു ഞാനതൊന്നും തോന്നിട്ടില്ല. എൻ്റെ അനിയത്തിയായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും അനിയത്തി ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനെപ്പറ്റി എന്താ പറയുക? അലനെ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള വകുപ്പൊക്കെ നമ്മുടെ ഈ വരുന്നവർക്കുണ്ടാവും.
പേടിയുണ്ടോ സിനിമയിൽ അലൻ നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ഹ്യൂമർ ടൈപ്പുള്ള ക്യാരക്ടറാണ്. അത് ഏത് കാലഘട്ടത്തെ 1995 കാലഘട്ടമാണ് നമ്മൾ ഒരു മലയോര ഗ്രാമത്തിൽ 95 ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥ വരുന്നത്. ബ്രേക്ക് പിന്നെ തമിഴിലെ ഒരു കഥ, അത് പറയാം സമയമാവണുള്ളൂ. ബ്ലഡി നൈറ്റ് ഒരു എൻ്റർടൈനറായിട്ടിരുന്ന് കാണുക, ഈ പറഞ്ഞ പോലെ വിമർശിക്കുക, പിന്നെ നമ്മുടെ അഭിനയം അങ്ങനെ ഉണ്ടെന്ന് പറയുക. മോശമാണെങ്കിൽ കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ വളരെ സൗഹൃദപരമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയത്, ഒരു പുതിയ ആളെന്ന രീതിയിലുള്ള ഒരു വിധത്തിലുള്ള ഇല്ല. നായകന്മാരെല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ പറ്റും. പിന്നെ ഇനി ഇവർ വിവാദം കൊണ്ട് വരുമെന്ന് നമുക്കറിയില്ല, അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതുണ്ടാവും, കാലം അതല്ലേ. ഇപ്പൊ കണ്ടില്ലേ ബ്രൈറ്റിന്റെ അവസ്ഥ കണ്ടില്ലേ, ബ്രൈറ്റിന്റെ അവസ്ഥ കണ്ടില്ലേ, മറ്റേ അലിയേട്ടന്റെ പെണ്ണിന്റെ കേസിൽ എടുത്തൂലോ. അപ്പൊ അതൊക്കെയാണ് കാലം, അത് നോക്കണ്ട. സിനിമയായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് തെളിയിക്കാൻ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആരെയും കഴുത്തിൽ കത്തി വെച്ചിട്ടല്ല ഇത് അഭിനയിക്കാൻ പറയുന്നത്. സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് സുന്ദരമായിട്ടാണ് നമ്മൾ ബ്ലഡി നൈറ്റിൽ പിരിഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അയ്യോ എന്നെ പേടിപ്പിച്ചതെന്ന് പറയരുത്, അത് മോശം. ഓക്കെ.